ഹായ്, വെൽക്കം ബാക്ക് ടു ഗായൂസ് ടേസ്റ്റ് ഓഫ് സലാല. മോൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? ടേസ്റ്റ് ഉണ്ടായിരുന്നോ? കഴിച്ചു നോക്കിയേ. കഴിച്ചു നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ടാ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോളാണ്. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്, പച്ചവെള്ളത്തിലല്ല, ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിത് കൈ വെച്ച് കുഴച്ചെടുക്കാൻ പോവുകയാണ്. നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോയെന്ന് തോന്നിയുകൊണ്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം എണ്ണയും കൂടെ കയ്യിൽ തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അതിനുശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേവിച്ച പൊട്ടറ്റോ ആണ്, അതൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവാള, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ പച്ചമുളക്. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസും വേണം. ഇത് ഞാൻ ബ്രെഡിനെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് വറുത്തെടുത്തിട്ട് വീണ്ടും പൊടിച്ചെടുത്തതാണ്. എങ്കിലേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ചിക്കനും പൊട്ടറ്റോയും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഞാനൊന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പരത്തിയെടുക്കാം. മൈദപ്പൊടിയിൽ തന്നെ ഇട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. ഇതൊന്ന് റോളാക്കി എടുക്കാം. റോളാക്കി എടുക്കുമ്പോൾ സൈഡ് ഒട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വെച്ച് ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ എല്ലാം റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 മുട്ട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഓരോ റോളും മുട്ടയിൽ ഒന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം എണ്ണ ചൂടായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ റോളും ഇട്ട് കൊടുക്കാം. ഇത് വേവാനായിട്ട് ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല. രണ്ട് സൈഡിലും കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അടുത്ത ബാച്ച് ഞാനിതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്കിനിത് കോരി മാറ്റാം. ഞാനിവിടെ ഫുള്ളും വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.